ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കോടന്നൂർ സെൻട്രലിലേക്ക് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ സ്കൂൾ തുറക്കണമല്ലോ, അപ്പോൾ നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളും പിന്നെ പെൻസില്, റബ്ബറ്, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസുകളും വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ സെൻട്രലിലുള്ള ഒരു കടയിൽ തന്നെയാട്ടോ ഞങ്ങൾ വന്നിരിക്കണേ. വലിയ ദൂരേക്കൊന്നും പോകണില്ല, വീടിൻ്റെ അടുത്തുള്ള കടയിലേക്ക് തന്നെയാണ് എന്ത് കാര്യത്തിനും പോവാറ് കേട്ടോ. പിന്നെ അങ്ങനെ ദൂരേക്ക് പോകാനുള്ള ഇത് നമുക്കില്ല, അത് കാരണം കൊണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കണേ. അപ്പോൾ അവിടെ ചെന്ന് ആ ചേച്ചിയോട് പുസ്തകങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ താഴെയുള്ള മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴെയുള്ള മോൻ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ നടക്കും അവള്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടവും ചാട്ടമൊക്കെയാണ് ആൾക്ക് കേട്ടോ. അപ്പോൾ ഇവളെ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ ഒരു കൊച്ചിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ട് ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ. അതിങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലും അധികം ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചത് എല്ലാവരും ഇങ്ങനെ ആ ബേബിയെ കുറച്ച് ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. കാരണം മോളെ ആലോചിക്കുമ്പോൾ മോളിങ്ങനെ കളിക്കലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വന്നത് ആ ബേബിയുടെ കാര്യം കേട്ടോ. അപ്പോൾ ആ ബേബി എന്തോരം സഹിച്ചും വേദനിച്ചിട്ടാണ് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്നാലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇപ്പോൾ ആ കൊച്ചിൻ്റെ ഫീലിങ്സും ആ കൊച്ചനുഭവിച്ച വേദനകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പോസ്റ്റായിട്ടും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നുന്നു ആ ഉണ്ണിനെ കൊണ്ട് ബാക്കി എല്ലാവരും മുതലെടുക്കാമെന്ന് വരെ എനിക്കൊരു ഡൗട്ട് പോലെ തോന്നുന്നു കേട്ടോ. അത്രയും വിഷമമുണ്ട്. നമ്മൾ ഇപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നി. മോളെ ഇതിൽ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഞാനിത് റെക്കോർഡ് ചെയ്യണേ. അപ്പോഴാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ ഇങ്ങനെ അവർ കുടയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മോനും കുടയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോന് ഇഷ്ടപ്പെട്ട കുട കിട്ടി, എന്നാലും കുഴപ്പമില്ല. കുട ഉണ്ടായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിട്ടാണ്. ഇവർക്ക് കുറച്ച് ദൂരം നടക്കണം സ്കൂളിലേക്ക്. അപ്പോൾ കുടയില്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കുട എന്തായാലും രണ്ടുപേർക്കും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ചേട്ടൻ്റെ കൂടെ ആ കുടയിൽ ചൂടി പോവാറുള്ളത്. ഇപ്പോൾ ഇനി ബാഗും പുസ്തകങ്ങളൊക്കെ കൂടുതലാവണല്ലോ ഓരോ കൊല്ലം കഴിയും തോറും. അപ്പം എൻ്റെ രണ്ടാമത്തെ മോൻ 3ാം ക്ലാസ്സിലാണ്, ആദ്യത്തെ മോൻ 7ലാണ്, മൂന്നാമത്തെ ആൾ 2 വയസ്സ് തികഞ്ഞു കേട്ടോ ഈ മെയിലേക്ക്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾക്ക് ഒന്നും വാങ്ങണമെന്നില്ല, എന്നാലും അവൾ എല്ലാ സാധനങ്ങളും നോക്കുന്നുണ്ട് ഇവർക്ക് എന്തൊക്കെയാണ് ചെയ്യണേന്ന്. അപ്പോൾ പൗച്ചും ബോക്സൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ എന്ത് വേണമെങ്കിലും എടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പൗച്ച് മതി, ബോക്സ് നമുക്ക് അധികം യൂസ് ആവില്ല എന്ന് പറഞ്ഞ്. ചെറിയ മോന് ഭയങ്കര ആകർഷണം കൂടുതലുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതല്ലേ, നിൻ്റെ ഇഷ്ടത്തിന് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബോക്സ് വേണമെന്ന് പറഞ്ഞ് അവിടെ കുറേ ബോക്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ബോക്സുകൾ നോക്കി വന്നപ്പോൾ വണ്ടി, ബസ്, ജീപ്പ് അങ്ങനെ പലതരം മോഡലുള്ള ബോക്സുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവന് ഒരെണ്ണം എടുത്തു വണ്ടിയിൽ അങ്ങോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. മൂത്ത മോനൊരു പേഴ്സ് അങ്ങോട്ട് ആദ്യമേ എടുത്ത് പറഞ്ഞു എനിക്കിത് മതി, പൗച്ച് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ്റെ വേഗം തന്നെ സെറ്റാക്കി. ഇവനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അവൻ തന്നെ പറയും എനിക്ക് കൺഫ്യൂഷനായിട്ട് പാടില്ലാണ്. ആകെ അവിടെ കുറച്ച് സാധനങ്ങളുള്ളൂ, എന്നാലും അതിലവന് ഭയങ്കര കൺഫ്യൂഷൻ. എൻ്റെ മോളാച്ചാൽ ആദ്യമേ പോയിട്ടൊരു ബോക്സ് എടുത്ത് കയ്യിൽ പിടിച്ചു. പിന്നെ ഈ വണ്ടിയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവർക്ക് കളിക്കാനല്ലേ കൂടുതൽ ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു തുറക്കാൻ തന്നെ അവന് പറ്റണില്ല, എന്നാൽ കൂടി അവന് ഭയങ്കര ഇഷ്ടമായൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ചേട്ടൻ തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു നീ അങ്ങനത്തെ ബോക്സ് വാങ്ങിച്ചാൽ മതി, ഈ ബോക്സ് ഒന്നും വാങ്ങിക്കണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. ലാസ്റ്റ് അവന് ബോക്സ് എന്ന് പറഞ്ഞ ഐറ്റംസിന് വേണ്ടാന്ന് വെച്ചു കേട്ടോ. ആൾ പിന്നെ എടുത്തില്ല, ആൾ ചേട്ടൻ്റെ പോലത്തെ പേഴ്സിനെ എടുത്തോളൂ കേട്ടോ.
പിന്നെ വാട്ടർ ബോട്ടിൽ നോക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വാട്ടർ ബോട്ടിലിൻ്റെ ആവശ്യമില്ല പൊന്നു മക്കളെ, നിങ്ങൾ 1-2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പെപ്സിയാ 7up അങ്ങനത്തെ കുപ്പിയിലാവും വെള്ളം കൊണ്ട് പോവുക. ഇത് ആ കാണുന്ന ലീക്കാന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാ പ്രാവശ്യം ഇടണ പോലെ അവിടെ ഇടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അവരോട്. എന്നാൽ അവരാ ഒരു ഇഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവർക്ക് അത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ പുസ്തകം പൊതിയാനായിട്ട് വെച്ചപ്പോൾ മോനോട് തന്നെ അവൻ 7ാം ക്ലാസ്സിലായി, അത്യാവശ്യം ഇനി കാര്യങ്ങളും പൊതിയിലൊക്കെ ചെയ്യട്ടെ എന്ന് വെച്ചാൽ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാഗ് ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ബാഗ് കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് ഉണ്ടായിരുന്നു, അപ്പം ഞങ്ങളതൊക്കെ കഴുകിയിട്ടു. ബാഗ് മാക്സിമം 3 കൊല്ലം യൂസ് ചെയ്യണം. അതാണ് നമ്മൾ സാധാരണക്കാർ എപ്പോഴും പരമാവധി യൂസ് ചെയ്തിട്ടതിന് ശേഷം മാത്രമല്ല എല്ലാം കളയുള്ളൂ. നമ്മൾ സാധാരണക്കാരാണ്, അപ്പോൾ നമുക്ക് പരമാവധി കാര്യങ്ങൾ ഒതുക്കി ചെയ്യാനായിട്ട് നോക്കും. നമുക്ക് നാളത്തേക്ക് നമ്മൾ തന്നെ വേണം എല്ലാ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നമ്മളെ കൊണ്ട് പോകാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ഹൈ ക്ലാസ് ലെവലിൽ പോകാനും പറ്റില്ല. ഒരു മിഡിൽ ക്ലാസ് മിഡിലാണ് നമ്മൾ എപ്പോഴും നിൽക്കുക. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തന്നെ സേവ് ചെയ്യണമല്ലോ. അങ്ങനെ ഒരു ഇതാണായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. ബൈ, സീ യു.